മാഹി മലയാള കലാഗ്രാമത്തിൽ നടന്നുവരുന്ന ആനോ ചിത്ര പ്രദർശനം 25-ന് സമാപിക്കും. പ്രശസ്ത നോവലിസ്റ്റ് GR ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിന് ചിത്രകാരൻ പ്രശാന്ത് ഒളവിലം ദൃശ്യഭാഷ്യം നൽകിയ 130 രചനകളുടെ പ്രദർശനമാണ് മലയാള കലാഗ്രാമത്തിൽ നടന്നുവരുന്നത്. MV ദേവൻ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച പ്രദർശനം ഡോക്ടർ AP ശ്രീധരന്റെ അധ്യക്ഷതയിൽ നോവലിസ്റ്റ് GR ഇന്ദുഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശാന്തിലേക്ക് ഈ നോവലിൻ്റെ വരുന്നപ്പോൾ ഞാനതിനെക്കുറിച്ച് ഓവറായിട്ട് കൺസേൺഡ് ആവേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ ഒന്ന് വര എങ്ങനെ വന്നാലും ഇത് ചെയ്താലും ഒരു നോവലിസ്റ്റ് അതിൽ ഒരുപാട് പ്രതീക്ഷിക്കുകയോ ഉൾപ്ലവം കൊള്ളുകയോ ചെയ്യേണ്ടതില്ല. ഒന്ന് നമ്മൾ പറഞ്ഞ കണക്ക് ലെജൻസിൻ്റെ കാലം നമ്മൾ നേരത്തെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ നമുക്ക് ദേവൻ മാഷ്, ശ്രീ നമ്പൂതിരി ഇവരൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ അദ്ദേഹം കൊല്ലത്ത് ശ്രീ MV ദേവനൊക്കെ അന്ന് പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ അന്ന് സോപാനം ഓഡിറ്റോറിയം സ്ഥാപിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ മാറി നിന്ന് ആരാധനാപൂർവ്വം ഞാൻ കണ്ടത് ഓർമ്മയുണ്ട്. ഈ ഒഴിച്ചിട്ടിരിക്കുന്ന കുപ്പികളൊക്കെ കൊണ്ടുവന്നാണ് അദ്ദേഹം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് വലിയൊരു നാടക സങ്കേതമായിട്ടാണ് സോപാനം ചെയ്തു വന്നപ്പോൾ. വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി, ചിത്രകാരൻ സുരേഷ് കൂത്തുപറമ്പ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷു എന്നിവർ സംസാരിച്ചു. കലാഗ്രാമ രജിസ്ട്രാർ M ഹരീന്ദ്രൻ സ്വാഗതവും ചിത്രകാരൻ പ്രശാന്ത് ഒളവിലം നന്ദിയും പറഞ്ഞു. തുടർന്ന് ശ്രീനാഥ് ഒളവിലത്തിന്റെ പുല്ലാങ്കുഴൽ ഫ്യൂഷൻ അരങ്ങേറി. ഒരു വലിയതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശരിക്ക് എല്ലാ കാര്യം ഞാൻ മാഷോട് സംസാരിക്കാറുണ്ട്. അങ്ങനെ മാഷ് പറഞ്ഞു ശരിക്ക് ഓക്കെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരിക്കും സുഭാഷ് ചേട്ടനോട് പറഞ്ഞു. സുഭാഷ് ചേട്ടൻ നമുക്ക് കഥ അയച്ചു തന്നു 3 അന്നേരം ഞാൻ ഇന്ദുവന എന്ന് അറിയുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. കാരണം വിലായത്ത് ബുദ്ധിയെല്ലാം വായിച്ചിട്ട് ഞാനിങ്ങനെ ആവേശം കൊണ്ടിട്ട് ഞാനിങ്ങനെ അതിൽ എല്ലാം ഇന്ദുവൻ്റെ എനിക്കൊന്ന് നിങ്ങൾ വായിച്ചാൽ കഴിയും. ഒരു ഫിലിമായിരിക്കും, ഒരു സിനിമേനെ പോലെ നമുക്ക് കഥാപാത്രം. ഞാൻ വിലായത്ത് ബുദ്ധ വായിച്ചാൽ ഞാനിങ്ങനെ വെച്ചു നെടുമുടിയാണ് അച്ഛനായിട്ടും അങ്ങനെ ഒരു സിനിമയെല്ലാം വരണം. അങ്ങനെയല്ല ഞാൻ കഥാപാത്രം ഞാനിങ്ങനെ കണ്ടു. അത്ര രസമായിരിക്കും ഓരോ ഫ്രെയിമും. അതുപോലെ തന്നെയാണ് ആനോ എന്ന് പറയുന്നത് വലിയ ക്യാൻവാസ്. ഞാൻ ഇത്രമാത്രം അതുകൊണ്ടാണ് ഞാൻ ഈ പെയിൻറ്റിങ് നിങ്ങൾ കാണണമെന്ന് ചോദിച്ചാൽ ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ട് വരച്ച ഒരു വർക്കാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ ഉള്ളത് മാഷ് പറഞ്ഞ പോലെ, ഇന്ദുവൻ പറഞ്ഞ പോലെ വലിയ മാസ്റ്റേഴ്സ്. ഒന്ന് മൈക്കലാഞ്ചലോ, ഡാവിഞ്ചി, റാഫേൽ എന്ന് പറഞ്ഞ വലിയ ആർട്ടിസ്റ്റുമാരാണ് ഈ പെയിൻറ്റിങ് ഈ നോവൽ അങ്ങനെ ആൾക്കാരാണ് ഫുള്ള്. അപ്പോൾ എനിക്ക് ഞാൻ അത്രമാത്രം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടാൻ ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. കാരണം ഒരാഴ്ചത്തെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മാസങ്ങളോളം ഇതിൻ്റെ പിന്നിൽ അവരുടെ ഡ്രസ്സ്